അഞ്ചാമത്തെ മോഡ്യൂളിലെ രണ്ടാമത്തെ പോർഷൻ. അതായത് സിലബസ് ഞാൻ ആദ്യം വായിക്കാം. ആദ്യം വായിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അത് മാത്രമല്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ എന്തൊക്കെയാണെന്നതിനെ സംബന്ധിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് വായിക്കാം. കേരളാസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, കേരള മോഡൽ, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ ചേഞ്ചസ്, performance of agriculture, industry, infrastructure and services, migration, urbanization, demographic features, fiscal scenario, decentralization തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ചുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കുന്ന ഒരു ഏരിയയാണത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാനത് ഈ പറയുന്നതിനിടയ്ക്ക് പറഞ്ഞു പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കാര്യം ഇതിനകത്ത് ഇംഗ്ലീഷ് എക്കണോമിക്സ് പഠിക്കാത്തവർ തന്നെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പരമാവധി ലളിതമാക്കി തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ആദ്യം അവർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കേരളാസ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷത്തെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ആയിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നമുക്ക് ആദ്യമായി നോക്കേണ്ടത്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ കേരള സംസ്ഥാനം സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ചില പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ്. അത് ഡെമോഗ്രഫിയുടെ കാര്യത്തിലുമുണ്ട്, നമ്മുടെ വിവിധ മേഖലകളിലുള്ള പെർഫോമൻസിന്റെ കാര്യത്തിലും ഈ ഒരു വ്യത്യാസം കാണാവുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിന്റെ മോഡൽ എന്ന് പറയുന്നത് സെന്റർലി ഡിഫറെന്റ് ഫ്രം അതർ സ്റ്റേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3 പോയിന്റുകൾ കേരളത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അതിൽ ഏറ്റവും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഒരു ഹൈ ഇൻകം സ്റ്റേറ്റാണ്. എന്ന് പറഞ്ഞാൽ മറ്റു പല സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനവും സാമ്പത്തിക വളർച്ചയും വേണമെങ്കിൽ മറ്റു പല സ്റ്റേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്നതാണെന്ന് കാണാവുന്നതാണ്. അതിൽ ആദ്യത്തെ പോയിന്റുകൾ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. അത് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് 2021 കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1,46,910 ആണ്. അതായത് 1,46,910 ആണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം. അത് ദേശീയ ശരാശരി നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിൽ താഴെയാണ്. അതായത് 99,694 ആണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രതിശീർഷ വരുമാനം 1 ലക്ഷം രൂപയാണെങ്കിൽ നമ്മുടേത് 1.5 ലക്ഷം. ഓർത്തിരിക്കാനാണ് ചെറിയ സംഖ്യകൾ മാറ്റിയത്. 1 1.5 അപ്പൊ 1.5 ഇരട്ടിയോളം ഉയർന്ന ഒരു വരുമാനമാണ് പ്രതിശീർഷ വരുമാനം കേരളത്തിൽ. അതാണ് ആദ്യം. 2, കേരളത്തില് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം, തൊഴിലാളികളുടെ എണ്ണം ഒക്കെ മറ്റു പല സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വളരെ കുറവാണ്. അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ് എംപ്ലോയ്ഡ് 45% ഓഫ് ഇന്ത്യസ് വർക്ക് ഫോഴ്സ്. ദേശീയ തലത്തിലാണ് ഞാൻ പറയുന്നത്. 45%, അടുത്ത കാലത്ത് വരെ 50% പേര് ദേശീയ തലത്തിൽ കൃഷിയെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കേരളത്തിൽ വെറും 22%. 22.15% കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ മറ്റേതിന്റെ ഏകദേശം പകുതി. 45 അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ദേശീയ പകുതി. അതാണ് എൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനിത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വളർച്ചയുടെ ശതമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം പൊതുവെ
രാജ്യത്താകമാനം സാമ്പത്തിക വളർച്ച നമുക്ക് അനുകൂലമല്ലായിരുന്നത് പോലെ തന്നെയാണ് കേരളത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ കാര്യം. ദ ഗ്രോത്ത് ഓഫ് GSVA വാല്യൂ ആഡഡ് ആണ് VA എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. കേരള ഡിക്രീസ്ഡ് ഫ്രം, അതായത് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് 2019-20 നമുക്ക് 2.19% വളർച്ചാ നിരക്ക് കോവിഡ് കാരണം മറ്റു പല അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞ പ്രതികൂലമായ സാഹചര്യങ്ങൾ മൂലം നമ്മുടെ വളർച്ചാ നിരക്ക് -8.16% ഊപ്പുകുത്തി. അതായത് 2.19 നിന്നും കഴിഞ്ഞ വർഷം -8.16 കുറഞ്ഞു. അതിന്റെ പ്രധാന കാരണം ഞാൻ വീണ്ടും ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നമ്മയൊക്കെ ഏറെ വേദനിപ്പിച്ച അല്ലെങ്കിൽ കോവിഡ് ആയിരുന്നു എന്റെ പ്രധാനമായ വില്ലൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മളിത് ഗ്രോസ് സ്റ്റേറ്റ് ഇൻകം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. വലിയ സംഖ്യയാണ്. 5,14,39,999 ലക്ഷം കോടി രൂപയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ്. വലിയ സംഖ്യ ഒന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ വളർച്ചാ നിരക്ക് എത്രയാണ് നിങ്ങൾ ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് -8.16% കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വളർച്ചാ നിരക്ക്. അപ്പോ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതൊരു ശരാശരിയാണ്. ഇതിനകത്ത് ഞാൻ 3 സെക്ടറുകളുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതിനകത്ത് അഗ്രികൾച്ചർ സെക്ടറിന്റെ വളർച്ച എത്രയെ, ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വളർച്ച എത്ര, സേവന മേഖലയുടെ വളർച്ച നിരക്ക്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റു പല വർഷങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല ഒരു വളർച്ചാ നിരക്കാണ് കാർഷിക മേഖലയ്ക്ക് കഴിഞ്ഞ വർഷത്തെ പഠിപ്പിക്കാൻ കഴിയും. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം. കാരണം കാർഷിക മേഖലയെ അധികം ബാധിക്കാത്തതാണ് കോവിഡ് അധികം ബാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ കാർഷിക മേഖലയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 3.38% വളർന്നു. പക്ഷേ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറയുന്നത് വളരെ നിങ്ങൾക്കറിയാം, തൊഴിലാളികൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യമായിരുന്നു. കൺസ്ട്രക്ഷൻ മേഖല മുഴുവൻ നമുക്ക് നിശ്ചലമാക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് -10.31% അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടറും 8.94% കുറവായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അപ്പോ ഞാൻ ഈ ഷെയറിൽ ഉദ്ദേശിച്ചത് കേരളത്തിന്റെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ വർഷം കുറവായിരുന്നു. അതിനകത്ത് കൃഷിയുടെ വളർച്ചാ നിരക്ക് വളരെ കൂടുതലായിരുന്നു. പക്ഷെ മറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലും മാനുഫാക്ചറിംഗ് മേഖലയിലൊക്കെ വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു. ഇനിയാണ് ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെയും എല്ലാം ഞാൻ ഒരു ടേബിൾ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് വളരെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 2-3 വർഷത്തെ വളർച്ചാ നിരക്കൊക്കെ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഞാനത് സമയക്കുറവ് കാരണം ഞാൻ മുമ്പ് പറഞ്ഞതായതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാനിത് PDF നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വായിച്ച് നോക്കിക്കോണം. ഓക്കെ. അപ്പൊ ഇതാണ് ഈ ഓരോ സെക്ടർ വൈസ്. ഹലോ, പറഞ്ഞോ. സാറേ, കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത നോട്ടിലൊക്കെ ഇപ്പൊ ഞാൻ ഈ ഫിഗേഴ്സ് കണ്ടോണ്ട് പറയാം. അതിലൊക്കെ എന്ന് പറയുമ്പോൾ PDF ഫയലിനകത്ത് ഇപ്പൊ ഒരു 4.8 സംതിങ് ആവും ഒരു GDP റേറ്റോ മറ്റോ. പക്ഷെ നമ്മള് പോയിന്റ് ആയിട്ട് എഴുതുമ്പോ അതിനകത്ത് ചിലപ്പോ 5.6 ഒക്കെ ആയിട്ടാവും വാല്യൂ കൊടുത്തേക്കുക. അതിനകത്ത് ചിലതിനകത്ത് ഈ കോൺസ്റ്റന്റ് പ്രൈസ് ഉപയോഗിച്ചിരിക്കും, ചിലതിനകത്ത് ഇപ്പൊ ഇവിടെ തന്നെ നോക്കിക്കേ, ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ. അപ്പൊ ഇങ്ങനെ ഈ ചിലതിനകത്ത് കോൺസ്റ്റന്റ് പ്രൈസ് കൊടുത്തിരിക്കും, ചിലതിനകത്ത് കറണ്ട് പ്രൈസ് കൊടുത്തിരിക്കും. മനസ്സിലായോ? അപ്പൊ GDP തന്നെ ഞാൻ ഇത് പറയുമ്പോഴത്തേന് ഇവിടെ ഞാൻ പ്രീവിയസ് ഇത് കാണിച്ചു തരാം. നോക്കിയോ, ഇത് കണ്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മൂള് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏത് വർഷത്തെയാണെന്ന് നമ്മൾ സാധാരണ കൊടുക്കുക. ആദ്യം തന്നെ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് കണ്ടോ,
ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ, അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്. ഓക്കെ, കണ്ടല്ലോ, കാണാമല്ലോ. കാണാം സാർ. അപ്പൊ അതായിരിക്കും ചിലപ്പം ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത ഒരെണ്ണം കണ്ടിട്ടോ, കറണ്ട് പ്രൈസ് കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പൊ അത് വരുമ്പോ വേറൊരു ഫിഗർ കണ്ടോ? അപ്പൊ ഇങ്ങനെ ചിലതിനകത്ത് കറണ്ട് പ്രൈസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുകയും ചിലത് കോൺസ്റ്റന്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രൈസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സിലായോ? എക്സാമിനേഷൻ കോൺസ്റ്റന്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. അതിന്റെ കാരണവും ഞാനത് സമയക്കുറവ് കാരണം വിശദീകരിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തില് സാധനത്തിന് വില ഇങ്ങനെ കൂടി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പൊ ആ വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈശി വരുമാനം ഫിഗർ വളരെ കൂടുതലായിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺസ്റ്റന്റ് പ്രൈസ്. അപ്പൊ കൃത്യമായി നമുക്കൊരു സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്ക് നോക്കണമെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസ്, അത് അങ്ങനെ വരുമ്പോഴാണ് ചെറിയ ചില വ്യത്യാസങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നത്. നമ്മളൊരു റൗണ്ടിൽ പഠിച്ചാൽ മതി. മതിയെന്ന് മാത്രമല്ല, ചിലപ്പോ അത് പിന്നെ പെർസെന്റേജുകൾ അങ്ങനെ ചിലതിനൊക്കെ അങ്ങനെ ചോദിക്കാറുമുണ്ട്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ സാറേ. ഇപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോ ഒരു കാര്യം ഓർത്താണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസിന്റെ അകത്തെ നമ്മുടെ ലിറ്ററസി റേറ്റ് ആസ് പെർ 2011 സെൻസസ് 74.04 എന്ന് പറയുകയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവൽ ഈസ് 72.98 എന്ന് പറയും. അങ്ങനെ ഒരു രണ്ട് ഇത് ഞാൻ എന്റെ അങ്ങനെ ശ്രദ്ധയിൽ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് തമ്മിലൊരു കോൺട്രാഡിക്ടറി ആയിട്ട് തോന്നി. ഞാനൊരു സംശയം ചോദിക്കണം. ഇപ്പൊ അത് നോക്കാം, എവിടെ ചെറിയ പിന്നെ പഴയ ഫിഗർ വല്ലതും ആണോ, ഇല്ലെങ്കിൽ എന്താണെന്നറിയാം, പല റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ എടുക്കുമ്പോഴേ ചില ഇതിനകത്ത് വരുന്നതാണ്. അത് ഞാൻ നോക്കാം കേട്ടോ. അപ്പോ ഞാൻ ഈ കോൺട്രിബ്യൂഷൻ ഇനി നമ്മൾ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് വളർച്ചാ നിരക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സ്ട്രക്ചറൽ ചേഞ്ചസിനെ സംബന്ധിച്ച് ഓർമ്മയുണ്ടല്ലോ. സ്ട്രക്ചറൽ ചേഞ്ചസ് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഓരോ സെക്ടറിന്റെയും കോൺട്രിബ്യൂഷൻ അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സെക്ടറിലെയും ദേശീയ വരുമാനത്തിലെ സംഭാവന ഇല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളതാണ് ഈ ടേബിളിൽ അടിച്ചിരിക്കുന്നത്. അത് കമ്പാരിസണിന് വേണ്ടി ദേശീയ തലത്തിലേയും കൊടുത്തിട്ടുണ്ട്, കേരളത്തിലേയും കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാലേ അറിയാം വരുമാനത്തിൽ എത്രയാണ്, തൊഴിലിൽ എത്രയാണ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ കമ്പാരിസൺ. ഉദാഹരണമായി, എല്ലാം ഞാൻ ഫിഗർ വായിക്കുന്നില്ല. ഉദാഹരണമായി അഗ്രികൾച്ചറിൽ നിന്നും കേരളത്തിന്റെ സംസ്ഥാന വരുമാനത്തിന്റെ 8.4% മാത്രമാണ് കൃഷിയിൽ നിന്നുള്ള വരുമാനം. പക്ഷെ ദേശീയ തലത്തിൽ എത്രയാ നോക്കിക്കേ, 14.8. Is it clear? അതുപോലെ തന്നെ ഞാൻ ബാക്കിയൊന്നും വായിക്കുന്നില്ല. ഏറ്റവും താഴ്ത്ത് നോക്കിയേ, ഇത് കണ്ടോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 16.8% കേരളത്തിലെ വരുമാനത്തിലെ കോൺട്രിബ്യൂഷൻ എങ്കിൽ ദേശീയ തലത്തിൽ 13%. ഓക്കെ, ഇനി തൊഴിലില് എത്രത്തോളമാണ് ഓരോ സെക്ടറിൽ നോക്കിക്കേ. ഷെയർ ഇൻ എംപ്ലോയ്മെന്റ് കണ്ടോ, കേരളത്തിൽ 21% ഇന്ത്യയിലത് 45%. ഓക്കെ, അപ്പോ നമ്മള് കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഓരോ മേഖലയുടെയും സംഭാവനകളും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. നിങ്ങൾക്ക് വളരെ ഓർത്തിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആ ഗ്രാഫിന്റെ താഴെ 100 അടയാളപ്പെടുത്തിയേക്കുന്നത് എന്തുവാ? അതായത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ, അതായത് നമ്മുടെ 100 എന്ന് പറയുന്നതിന്റെ അതായത് മൊത്തം വരുമാനമാണ് 100 കഴിക്കുന്നത്. ഇതെല്ലാം ശതമാനമാണ്. മനസ്സിലായല്ലേ? ഈ ശതമാനം എല്ലാം കൂടെ കൂട്ടുമ്പോ 100 പേരുണ്ടേ. ശതമാനം എല്ലാം കൂട്ടുമ്പോ 100 പേര്. 100 വരണം. അതായത് നമ്മുടെ ഇപ്പൊ മനസ്സിലായോ?
അതായത് നമ്മുടെ സംസ്ഥാന വരുമാനം എന്ന് പറയുന്നത് ഈ സെക്ടറുകളുടെ ആകെ മൊത്തം ടോട്ടലാണ്, അല്ലേ? അതെ. അപ്പൊ മൊത്തം വരുമാനത്തിൽ നിന്നും കൃഷിക്ക് നിന്നും കിട്ടിയ വരുമാനം എത്ര, മൈനിങ്ങിൽ നിന്നുള്ള വരുമാനം എത്ര, ഇത് രണ്ടും കൂടെ കൂടും പ്രൈമറി സെക്ടർ എത്ര. ഓക്കെ. രണ്ട് മാനുഫാക്ചറിങ് സെക്ടർ എത്ര, ഓക്കെ, സർവീസ് സെക്ടർ എത്ര. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ വരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2-3 റെപ്പിറ്റേഷൻ വരും. ഉദാഹരണമായിട്ട് 8.4 0.4 കൂടെ ചേർക്കുമ്പോഴാണ് 8.8 വരുന്നത്. ഇതാണ് പ്രൈമറി സെക്ടർ. മനസ്സിലായോ ഞാൻ പറയുന്നത്? മനസ്സിലായി. അപ്പോ ഈ ശതമാനം എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേന് 100% കിട്ടും. അതാണ് ഇവിടെ 100% സൂചിപ്പിക്കുന്നത്. സംശയം തീർന്നോ? മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഞാൻ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ നോക്കി പെർ ക്യാപിറ്റ ദേശീയ തലത്തിലും സ്റ്റേറ്റ് തലത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ ദേശീയ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നമ്മളെക്കാളും ദേശീയ ശരാശരിയേക്കും വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ അതിനകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല.